ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മുടെ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്ര വലിയ മഴയല്ലെങ്കിലും ഒരു ആൾ നനയത്തക്ക രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ രാവിലെ തന്നെ നേരെ നമ്മുടെ ആട്ടിൻകൂട്ടിലെ ഓരോ പണികൾ നമ്മൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. മഴയാണെങ്കിലും നമ്മുടെ ആടുകളുടെ പണികളെല്ലാം കറക്റ്റ് സമയത്ത് നമുക്കത് ചെയ്ത് തീർക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ പുല്ലിൻ്റെ കൂടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം നമ്മളുടെ പെട്ടകളുടെ കൂടുകളും നമ്മളിങ്ങനെ വൃത്തിയാക്കുക കേട്ടോ. ആട്ടിൻകൂട്ടി കയറുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ പിന്നെ ആദ്യം ചെയ്യുന്നൊരു പണി എന്ന് പറഞ്ഞാൽ പോയിക്കണയാണ് കേട്ടോ. പോയിക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകുകളിൽ നിന്നും ഒരു മോചനം ലഭിക്കുക, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോയിക്കണേ. നമ്മളിതുപോലെ ആട്ടിൻകൂടൊക്കെ അടിച്ചു വാരി ആടുകൾ തിന്ന ഭക്ഷണാവശിഷ്ടത്തിൻ്റെ ഇതുപോലുള്ള പുല്ലുകളൊക്കെ നമ്മൾ നമ്മുടെ ഈ പുകയ്ക്കുന്നതിലെ ബക്കറ്റിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ചെറിയ പച്ചപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് മെല്ലെ ആളി കത്താതെ നീറി നീറി കത്തി നല്ല പുകയും ലഭിക്കും കേട്ടോ. നല്ല പുക ലഭിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ കൊതുകുകൾ അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഞാറക്കുറുക്കാരുടെ കള്ളി റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ സുന്ദരിയുടെയും പാണ്ടിക്കുട്ടിയുടെയും കള്ളി നമ്മൾ റെഡിയാക്കി കേട്ടോ. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു ചെറിയ കൊലരി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആട്ടിൻകൂടിൻ്റെ ഫ്ലോറ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പനയുടെ അലക് കീറിയിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ചില ഇടകളിൽ ഗ്യാപ്പ് ഇതുപോലെ കുറവാകും. അവിടെ ഈ ആടുകൾ കഷ്ടമിട്ട് ചവിട്ടി ഇങ്ങനെ ടൈറ്റായി നിൽക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചൂലും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പോകാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ കൊലരും കൊണ്ട് ജസ്റ്റ് അതൊന്ന് ചിരണ്ടി കളഞ്ഞാൽ വളരെ ക്ലിയറാക്കി നമുക്ക് വൃത്തിയാക്കി ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ മഴ ഒന്ന് കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ആട്ടിൻകൂടിൻ്റെ ഉൾവശം എല്ലാം ക്ലീൻ ചെയ്തു. അവരുടെ പുറം ഭാഗവും എല്ലാം നമ്മൾ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുപ്പാണ്. വെള്ളം കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ കൈത്തീറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും നമ്മൾ നേരത്തെ കുതിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോളത്തവിട്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കഞ്ഞി, കുറച്ച് കല്ലുപ്പ്, ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പം അത്യാവശ്യം മഴയൊക്കെ രാവിലെ പെയ്തുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉള്ളത് കൊണ്ടും നമ്മൾ അല്പം ചൂട് കൂട്ടി നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി മറിച്ചു കേട്ടോ. അല്ലെങ്കിലും നമ്മൾ ചൂടും വെള്ളം നമ്മൾ ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ നമ്മുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാറ്. അങ്ങനെ നമ്മുടെ 3 ചെമ്പെട്ടിയിലായിട്ട് നമ്മൾ വെള്ളം വെച്ചു. നമ്മുടെ ഞാറക്കുറക്കാരിക്കും സുന്ദരിക്കും ഒരു ചെമ്പെട്ടി നിന്നും, അതുപോലെ നമ്മുടെ ശൃംഗാരിക്കും പാണ്ടിക്കുട്ടിക്കും ഒരു ചെമ്പെട്ടി നിന്ന്, നമ്മുടെ പുല്ലന് ഒരു ചെമ്പെട്ടി നിന്ന്, അങ്ങനെയാണ് നമ്മൾ 3 ചെമ്പെട്ടി എടുത്തത്. അങ്ങനെയാണ് നമ്മുടെ ആടുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കാറ്. അങ്ങനെ നമ്മുടെ ആടുകളെല്ലാം വെള്ളം കുടിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. ഇനി 10 മണി ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് പുല്ലോ പ്ലാവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇട്ട് കൊടുക്കും. അതോടുകൂടി രാവിലത്തെ സെക്ഷൻ തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.